ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിനെ പറ്റിയിട്ടാണ്. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അത്യാവശ്യം എന്താണ്, സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് തന്നെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിൻ്റെ ഇവല്യൂഷനിൽ പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ ബി എനി ചേഞ്ച് മെയ്ഡ് ടു എ സോഫ്റ്റ്വെയർ കോഡ് ആഫ്റ്റർ ഇറ്റ് ഈസ് ബീൻ ഇൻസ്റ്റാൾഡ് ഇൻ എ സിസ്റ്റം ആസ് എ സിസ്റ്റം. അപ്പോൾ ഒരു കസ്റ്റമറിന് നമ്മളൊരു സോഫ്റ്റ്വെയർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മെയിൻ്റനൻസ് ഈസ് ഓൾവേസ് എ മസ്റ്റ്. ജസ്റ്റ് ലൈക്ക് യുവർ ഹാർഡ്വെയർ ഡിവൈസസ്, the software also has to be maintained during its lifetime. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എറർ ഫ്രീ ആണ്, ടെസ്റ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇൻസ്റ്റലേഷനിലേക്ക് പോകുന്നത്. ഇൻസ്റ്റലേഷന് ശേഷം പലപ്പോഴും നമുക്ക് ചെറിയ ബഗ്സ് വരാറുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ അഗെയിൻ യു ഹാവ് ടു കറക്റ്റ് ദ കോഡ്. ദാറ്റ് ഈസ് സംതിങ് കോൾഡ് കറക്റ്റീവ് മെയിൻ്റനൻസ്. ഇനി പലപ്പോഴും നമ്മൾ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു, അതിൻ്റെ പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്യാം, അതിൻ്റെ OS ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ വീണ്ടും ചില മോഡിഫിക്കേഷൻസ് സോഫ്റ്റ്വെയറിൽ ചെയ്തേ മതിയാവൂ. സോ ദാറ്റ് ഈസ് സംതിങ് കോൾഡ് അഡാപ്റ്റീവ് മെയിൻ്റനൻസ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടും മറ്റു ഹാർഡ്വെയർ കമ്പോണൻസുമായിട്ടും എപ്പോഴും ചേർന്ന് പോകുന്ന ഒന്നായിരിക്കണം, ബിക്കോസ് എവറിത്തിങ് ഈസ് ഇൻ്റർ കണക്റ്റഡ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അതിനനുസരിച്ച് ഇറ്റ് മസ്റ്റ് ബി അഡാപ്റ്റഡ് ഇൻ യുവർ സിസ്റ്റം ഓൾസോ. സോ സം മെയിൻ്റനൻസ് വർക്ക് ഈസ് റിക്വയർഡ് ഓവർ ദയർ. ഇനി പലപ്പോഴും നമുക്ക് പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ പലപ്പോഴും സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. പലപ്പോഴും ചിലപ്പോൾ യൂസേഴ്സ് കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്കൽ ഇൻ്റർഫേസിൻ്റെ ലുക്ക് ആൻഡ് ഫീല് നമുക്ക് മതിയാകാതെ വരാം. സോ ഇത്തരം കാര്യങ്ങളിലൊക്കെ പെർഫെക്റ്റീവ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഓൾവേസ് റിക്വയർഡ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഫ്റ്റ്വെയർ ഇവല്യൂഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സോഫ്റ്റ്വെയർ ഇവല്യൂഷൻ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ചില നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ബീൻ ക്ലാസിഫൈഡ് ആസ് 3 types of laws. ലേമാൻസ് ഫസ്റ്റ് ലോ, അവിടെ ഫസ്റ്റ് ലോ പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസിന് അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്കിന് വിധേയമായിരിക്കണം. ഇഫ് യു വാണ്ട് ടു ഹാവ് ഇറ്റ് ബീൻ യൂസ്ഫുൾ ഫോർ എ പ്രൊലോങ് ലൈഫ് ടൈം, അപ്പോൾ കണ്ടിന്യൂസ് മെയിൻ്റനൻസ് ഇസ് കമ്പൽസറി ഫോർ ദാറ്റ്. സെക്കൻഡ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഡീഗ്രേഡ് ആയി പോകാം എപ്പോൾ ഒരുപാട് മെയിൻ്റനൻസ് വർക്ക് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ. അതായത് ലോട്ട് ഓഫ് മോഡ്യൂൾസ് ആർ ദെയർ ഇൻ യുവർ സിസ്റ്റം ആൻഡ് എവറി മോഡ്യൂൾ ഈസ് ബീൻ മെയിൻറ്റെയിൻഡ് ഓർ റീഫോംഡ് ഓർ അഗെയിൻ കറക്റ്റഡ്, ദെൻ ദ എൻ്റയർ സിസ്റ്റം ദ ക്വാളിറ്റി ഓഫ് ദ എൻ്റയർ സിസ്റ്റം മേ ഡീഗ്രേഡ്. അപ്പോൾ മെയിൻ്റനൻസ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നടക്കുമ്പോൾ, മോഡിഫിക്കേഷൻസ് നടക്കുമ്പോൾ, there can be some possibility for a degradation in the system performance. ഇനി തേർഡ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓവർ എ പ്രോഗ്രാംസ് ലൈഫ് ടൈം റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻറ്റ്. സോ ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം the changes that should be done, it should go in an approximately at a constant rate. So these are the 3 different laws associated with the characteristics of software maintenance. There is a term called software reverse engineering. So software reverse engineering is actually backtracking process. So recovering the design and the requirement specification of a product and the analysis of its code. So once it has been implemented, then there are some changes are to be made. So you are going back to the SRS itself. അതായത് ഡിസൈൻ ഫേസിൽ നമ്മൾ അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ചെയ്ത പല സ്റ്റെപ്പുകളും വീണ്ടും റീവർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് സംതിങ് കോൾഡ് സോഫ്റ്റ്വെയർ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. യു സ്റ്റാർട്ട് ഫ്രം ദ കോഡ്, യു ആർ ഗോയിങ് ബാക്ക് ടു ദ SRS ഡോക്യുമെൻറ്റ്. അപ്പോൾ കോഡ് എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ module itself must be changed, or in some cases the design behind every module has to be rearranged,
or sometimes even the SRS should be rewritten for rewriting the code. So from code the changes are being adapted till the SRS is something called software reverse engineering. സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് പ്രോസസ് മോഡൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദർ ആർ ടു ഡിഫറെൻറ്റ് മോഡൽസ് in software maintenance process, and what are the, before that we see what are the factors affecting software maintenance. പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിന് എത്ര എക്സ്റ്റെൻറ്റ് ഓഫ് മോഡിഫിക്കേഷൻ ആവശ്യമായി വരുന്നുണ്ട്, എത്ര ഡീപ്പായിട്ട് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് മോഡിഫിക്കേഷൻസ് റിക്വയർഡ്, പിന്നെ മെയിൻ്റെനൻസ് ടീമിന് എന്തൊക്കെ റിസോഴ്സസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, മെയിൻ്റെനൻസ് വർക്കിന് വേണ്ടി എത്ര റിസോഴ്സസ് അവൈലബിൾ ആണ്. അതുകൂടാതെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ, അതായത് മെയിൻ്റെനൻസ് ആവശ്യമായി വരുന്ന സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൻ്റെ കണ്ടീഷൻസ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ആൻഡ് ഹൗ വെൽ ഇറ്റ് ഈസ് ബീൻ ഡോക്യുമെൻറ്റ്. സോ ഓൾ ദീസ് കോൺസെപ്റ്റ്സ് ആർ also very important for software maintenance. Then expected project risk is another factor for software maintenance process models. So depending upon the software maintenance process characteristic, we can have either a first model or a second model. ഫസ്റ്റ് മോഡൽ സാധാരണ രീതിയിൽ ചെറിയ റീവർക്കുകൾ ആവശ്യം വേണ്ടി വരുന്ന സോഫ്റ്റ്വെയറിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കോഡ് മസ്റ്റ് ബി ചേഞ്ച് ഡയറക്റ്റ്ലി. സോ ഇൻ ദീസ് ടു സിറ്റുവേഷൻസ് വി അപ്ലൈ ഫസ്റ്റ് മോഡൽ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചേഞ്ചസ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻസ്, എന്തൊക്കെ അഡാപ്റ്റീവ് കറക്റ്റ്നെസ് അല്ലെങ്കിൽ കറക്റ്റീവ് മെഷർമെൻറ്റ്സ് ആണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇൻഫർമേഷൻ ആദ്യം നമ്മൾ ഗ്യാദർ ചെയ്യുന്നു. ദെൻ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി അനാലിസിസ് നടത്തുന്നു. ചേഞ്ച് സ്ട്രാറ്റജിക്ക് അനുസരിച്ച് കോഡ് ഡിവൈസ് ചെയ്തെടുക്കുന്നു. ആ ചേഞ്ച്ഡ് കോഡിനെ അപ്ലൈ ചെയ്യുന്നു. അത് ഡോക്യുമെൻറ്റ്സിനും അപ്ഡേറ്റഡ് ആക്കണം. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓൾസോ ഷുഡ് ബി ഡൺ ഓൺ ദ റീവർക്ക്ഡ് കോഡ്. ദിസ് ഈസ് ഫസ്റ്റ് മോഡൽ. സോ gather information regarding what are the corrective mechanisms, corrective steps must be done. Then analyze all these requirements, then devise the new set of code, apply the new code, and correspondingly all the documents associated with the software must be updated. Same way the integration and testing must be done once again. This is first model. Second model of process is that where in such situations where you have lot of rework must be done, lot of changes must be adapted to the existing system, then we go for something called the second model. ഇവിടെ ഇതിനെ നമ്മൾ റീ എഞ്ചിനീയറിംഗ് എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ബൈ എ റിവേഴ്സ് എഞ്ചിനീയറിംഗ് സൈക്കിൾ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, രണ്ട് ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. One is something called reverse engineering, another part is called forward engineering. അപ്പോൾ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചേഞ്ചസിന് ആവശ്യമായ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കിട്ടിയാൽ നമ്മൾ ചെയ്യുന്നത് സാധാരണ വെൻ വി ഹാവ് എ കോഡ്, യു ഫൈൻഡ് ഔട്ട് സം പ്രോബ്ലം ആൻഡ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്, യുവർ സോഫ്റ്റ്വെയർ മസ്റ്റ് ബി മോഡിഫൈഡ്. അപ്പോൾ ആ കേസിൽ ആഫ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഒരു കറക്റ്റീവ് സ്റ്റെപ്പ് ആവശ്യം വേണ്ടി വരുന്ന സമയത്ത് കോഡിൽ എവിടെയാണോ കോഡിൽ പ്രശ്നമുള്ളത് ആ കോഡ് എടുക്കുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് മോഡ്യൂൾ എടുക്കുന്നു, ആ മോഡ്യൂളിൻ്റെ ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് എടുക്കുന്നു, അതിനുശേഷം SRSൽ ആ മോഡ്യൂളിൻ്റെ റെപ്രസെൻറ്റേഷൻ എടുക്കുന്നു. ദെൻ യു ചേഞ്ച് ദ SRS, യു സ്റ്റാർട്ട് ചേഞ്ചിങ് ദ SRS. സോ ന്യൂ റിക്വയർമെൻറ്റ്സ് മസ്റ്റ് ബി ആഡഡ് ഇൻ ടു ദ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. Again redesign the entire system. Then again modules, specify all the modules, write the code. So this is one part is called reverse engineering and another part is the forward engineering. മെയിൻ്റനൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അത് ഒരു പരിധി വരെ ഡെവലപ്മെൻറ്റ് കോസ്റ്റിനോട് തന്നെ ഈക്വലായിട്ട് വരും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് പ്രൊപ്പോർഷണൽ ടു, ഇറ്റ് ഈസ് എ വാല്യൂ പ്രൊപ്പോർഷണൽ ടു ദ ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. So how we calculate the estimation cost of
how we calculate the maintenance cost, how do you prepare the budget for maintenance work. First factor is something called ACT. ACT is called the annual change traffic. ACT എന്ന് പറയുന്നത് it is the fraction of a software product source instructions which undergo change during a typical year, either through addition of code or even through deletion of code. So annual change traffic calculate ചെയ്യണമെങ്കിൽ you have to find out how many code is been added to the existing code, how much of code is been deleted. Depending upon the total number of code, you calculate a ratio. So ACT is calculated from this formula. ACT is equal to KLOC added plus KLOC deleted divided by KLOC total. So what is KLOC added? It is the total kilo lines of source code added during maintenance. KLOC deleted is the other side of the maintenance work. It is the total KLOC deleted during maintenance. Now from this ACT value ACT, we can calculate the total maintenance cost of the system using the equation maintenance cost is equal to ACT into development cost. So maintenance cost is always proportional to the development cost. So this is the concept of software maintenance.